കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 49 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്ക് എതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകളമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 3 വായനകളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചില ചിന്തകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതിരിക്കാൻ ചില ആത്മീയ ആലോചനകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ, സമൂഹത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ തന്നെ കുടുംബത്തിൽ നോക്കിയാൽ, മനസ്സ് തളർന്നും ജീവിതമല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഉറക്കം പോലും നടക്കാതെ അനേകർ നമ്മുടെ ചുറ്റുപാട് ജീവിച്ചിരിപ്പുണ്ട്. അവിടെ നമ്മൾ ഇന്ന് കേട്ട വചനഭാഗങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും തരുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനോധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ വായനകൾ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യ വായന നമ്മൾ കണ്ടു ജെറമിയ പ്രവാചകനെ പറ്റിയ അവസ്ഥ. ചെയ്യാവുന്ന സകല നന്മകളും കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു ജനത്തിന് വേണ്ടി ചെയ്തിട്ട് ഇവന്മാർക്കൊന്നും മനസ്സിലായില്ല. ഇവന്മാർ പറഞ്ഞു, ഞങ്ങളെ കൊല്ലാൻ വന്നേക്കുന്ന, നശിപ്പിക്കാൻ വന്നേക്കുക. അത്രമാത്രം നന്മ ചെയ്തിട്ടും ചെയ്ത നന്മകളൊന്നും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അതിൻ്റെ പേരിൽ ഒരു നല്ല വാക്കു പറയാനോ തയ്യാറാകാത്ത ഒരു ജനത്തിൻ്റെ നടുവിൽ ജെറമിയ ആയിരിക്കുകയും ഈ ജെറമിയ പിടിച്ച് പൊട്ടക്കെട്ടിലിടുകയും ചെയ്തു. എന്നാലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ സംഭവിക്കും? നമ്മൾ ചെയ്യാവുന്ന സകല നന്മകളും ചെയ്ത് നമ്മുടെ കൂടപ്പിറപ്പിനും കുടുംബത്തിനും മക്കൾക്കൊക്കെ വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാന കറിവേപ്പില പോലെ നമ്മൾ എടുത്ത് കളയുമ്പോൾ മനസ്സ് തളരാൻ വേറൊന്നും വേണ്ട. ഇന്നലെ എന്നെ കാണാൻ വന്നൊരു സഹോദരി പറഞ്ഞ, വർഷങ്ങളെ മക്കൾ വിദേശത്താണ്, അവർ മാസാമാസം കുറച്ച് കാശ് അയച്ചു കൊടുക്കുക അപ്പനും അമ്മയ്ക്കും നാട്ടിൽ കഴിയാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ അവധിക്ക് വന്നപ്പോൾ കഴിഞ്ഞ മാസം അയച്ചു കൊടുത്ത കുറച്ച് കാശിൽ ഒരു 1000 രൂപയുടെ കണക്ക് മകൻ അപ്പനോട് ചോദിച്ചു. അപ്പൻ ഇന്ന് വരെ 1 രൂപ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന അപ്പനല്ല. മകനറിയാം, മദ്യപാനമില്ല, ഒരു ദുശീലം ഇല്ലാത്തപ്പൻ, കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞ 10, 30, 40 വർഷമായിട്ട് ജീവിതം കൊടുത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ. അപ്പന് വല്ലാത്ത വിഷമമായിപ്പോയി. 1000 രൂപയുടെ കണക്ക് മകൻ അപ്പനോട് ചോദിച്ചു. കൃത്യമായിട്ട് അപ്പനെല്ലാം 1 രൂപയുടെ കണക്ക് വരെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ആ പുസ്തകം കൊടുത്തിട്ടും ഇവൻ സമ്മതിക്കുന്നില്ല. ആലോചിച്ചോക്കെ. അപ്പം അപ്പന് ഇത്രയും നാള് എല്ലാം മകൻ എഴുതി വെച്ച് കൊടുത്ത അപ്പനാണെന്ന് ഓർക്കണം. മുഴുവനും സ്വന്തം പേരിലൊന്നും വെച്ചിട്ടില്ല, ഭാര്യയുടെ പേരിലൊന്നും വെച്ചിട്ടില്ല, മകൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എഴുതി വെച്ച് കൊടുത്ത അപ്പൻ അല്ലാതെ തകർന്നുപോയി. മാനസികമായിട്ട് വല്ലാത്ത വ്യതയിലും വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം മനസ്സ് തളരാൻ അധികം കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർ, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർ, നമ്മൾ പ്രത്യാശ അർപ്പിച്ച ജീവിതങ്ങൾ നമ്മളെ സ്നേഹിക്കുമെന്നും നമ്മളെ കരുതുമെന്നും നമ്മളെ മനസ്സിലാക്കുമെന്നും വിചാരിച്ച് നമ്മൾ കൂടെ കൊണ്ടു നടന്ന ജീവിതങ്ങളിൽ നിന്ന് തന്നെ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാനുള്ളതേ ഉള്ളൂ. നമ്മുടെയൊക്കെ ചില ആത്മീയ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്, മനസ്സിൻ്റെ ബലം എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യ വായനയിൽ
ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഏതവസ്ഥയിലും പൊട്ടക്കിണറ്റി കിടക്കേണ്ട അവസ്ഥ വന്നാലും, ആരുമില്ലാത്ത അവസ്ഥയിലും, എല്ലാവരും തള്ളിക്കളഞ്ഞാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നാണ് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടെന്താ ചെയ്തേ? എബദ് മലക്കിനെ വിട്ടിട്ട് ഈ പൊട്ടക്കിണറ്റി കിടക്കുന്ന ജെറമ്യായെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് പദ്ധതി ഇടുകയാണ്. അപ്പോൾ മനുഷ്യൻ നമുക്കെതിരെ എന്തെല്ലാം പദ്ധതികൾ ഇട്ടാലും നമ്മളെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ അനുദിന ജീവിതത്തിൻ്റെ വൈകാരിക സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിയിടുന്ന ഏതെല്ലാം സാധ്യതകളിലേക്ക് തള്ളിയിട്ടെന്ന് പറഞ്ഞാലും വചനം നമ്മൾ പഠിപ്പിക്കുന്നത്, ജെറമ്യാ പ്രവാചകൻ ആദ്യ വായന നമ്മൾ പഠിപ്പിക്കുന്നതെന്നാ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം കൂടെ ഉണ്ടാവണമെന്നില്ല, അമ്മ കൂടെ ഉണ്ടാവണമെന്നില്ല, ജീവിത പങ്കാളി മനസ്സിലാക്കണമെന്നില്ല, കുഞ്ഞുങ്ങൾ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ അധ്വാനത്തിന് വില കൽപ്പിക്കണമെന്നൊന്നുമില്ല. എന്നിരുന്നാലും ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസം ഒരുവന് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ ആത്മധൈര്യമാണ് വീണ്ടെടുക്കുന്നത്. നഷ്ടപ്പെട്ടു പോകാൻ, ഈ സമാനമായ അനുഭവങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അവൻ്റെ ആത്മധൈര്യം വീണ്ടെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, നിങ്ങളില്ലേലും കുഴപ്പമില്ലെന്നേ, അപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്, അമ്മ മനസ്സിലാക്കിയാലും കുഴപ്പമില്ലെന്നേ, ഇവർ നാളെ മനസ്സിലാക്കുമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു ഗ്യാരണ്ടിയില്ല. ഈ അനുഭവത്തിൻ്റെ നടുവിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകാതിരിക്കാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ വിശ്വാസം ചങ്കി കിട്ടണം. ചങ്കി കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥകൾ വീട്ടിലുണ്ടാകുമ്പോൾ മനസ്സ് തളർന്നും വല്ലാതെ ഭാരപ്പെട്ടും പിന്നെ ജീവിക്കേണ്ട എന്നൊക്കെ തോന്നലൊക്കെ മനസ്സിലേക്ക് വന്നും പ്രതീക്ഷകൾ അസ്തമിച്ചും വല്ലാതെ സങ്കടപ്പെട്ടും ദുഃഖിച്ചും ഒക്കെ ശേഷിക്കുന്ന ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വരും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്നിൻ്റെ അനുഭവങ്ങളോട് പരാതി പറയുന്നവരെല്ലാം ഇന്ന് ഈ നിമിഷം ദൈവം അനുവദിച്ച അനുഭവങ്ങളോട് പരാതിയോടെ നോക്കിക്കാണുന്നവരെല്ലാം മനോധൈര്യം അസ്തമിച്ചു പോയവരാണ്. ആ സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യമില്ലാത്തവരാണ്. അപ്പം അതുകൊണ്ട് പ്രവാചകനിലൂടെ ആദ്യ വായനയിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും, പെറ്റ അമ്മ മറന്നാലും തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് കൂടെയുണ്ടെന്ന്. ഇനി രണ്ടാമത്തെ വായനയിൽ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ശക്തമായ സന്ദേശം തരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ണ് തുറന്ന് ചുറ്റുപാട് നോക്കണം, ഇടത്തും വലത്തൊക്കെ നോക്കണം, സമൂഹത്തിലേക്ക് നോക്കണം. നമ്മൾ ഫുൾ ടൈം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിനകത്ത് നമ്മൾ നോക്കുന്ന തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം. നമ്മൾ റീൽസ് കാണുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് വരുമ്പോൾ നമ്മളത് കാണും, അതല്ലെങ്കിലോ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. ഇവിടെ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം. തൊട്ടടുത്ത് അൽഫോൻസാമയുണ്ട്, അങ്ങോട്ട് മാറിക്കുന്ന ചാവറയച്ചനുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം കൂടിയുണ്ട്. തകർന്നു പോയവരുടെ മാത്രമല്ല, പാപത്തിൽ വീണവരുടെ മാത്രമല്ല, ഒരു നാൾ ഉയർച്ചയിൽ നിന്നിട്ട് ഇന്ന് ഇടറിപ്പോയവരുടെ അല്ല. ഈ അനുഭവങ്ങളൊക്കെയാണ് നമുക്ക് വലിയ വൈറലൊക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോകുള്ളൂ. വീണുപോയവരുടെ, വീഴാതെ നിൽക്കുന്നവരെ, ഇക്കാലം അത്രയും വിശ്വസ്തയോടെ ജീവിച്ചവരെ, ദൈവപരിപാലനയിലും കർത്താവിൻ്റെ കരുണയിലും ആശ്രയം ജീവിച്ചവരൊന്നും സംസാര വിഷയമോ മാധ്യമ വിഷയമൊന്നും ആകാറില്ല. പക്ഷെ നമ്മൾ കാണുന്നതിന് ഇതൊക്കെ ആയിരിക്കും. പൗലോസ്ലീഹ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് ഭാരത്തിൻ്റെ നടുവിലും നമ്മൾ അനുഭവിക്കുന്ന ഈ ഭാരത്തിനേക്കാളും ഉപരിയായ ഭാരത്തിൽ ആ ഭാരം കർത്താവിൽ സമർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇന്നലകളിൽ അങ്ങനെ ജീവിച്ച് മരിച്ച് കടന്നുപോയവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. നമ്മളെക്കാളും വലിയ പാപത്തിൻ്റെ നടുവിലും കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ ഭയത്തിലേക്കോ ഒന്നും വീണു പോകാതെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിതം പുനരാരംഭിച്ച് വിശുദ്ധരായവർ നമ്മുടെ ചുറ്റുപാടുണ്ടെന്ന്. വിശുദ്ധ അഗസ്റ്റിൻ്റെയൊക്കെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, പാപത്തിൻ്റെ പടുക്കുഴിയിൽ കിടന്ന അഗസ്റ്റിൻ വിശുദ്ധനായി മാറി, സഭയിൽ നിന്ന് വണങ്ങുന്ന വിശുദ്ധനായിട്ട് മാറി. അങ്ങനെയെങ്കിൽ നമ്മെ ഇപ്പോൾ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പാപവും ഭാരവും നമ്മെ വിഷമിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. കാരണം നമുക്ക് ചുറ്റും അനേകരുണ്ട്. നമ്മളെപ്പോലെ കടന്നുപോയവർ, മനുഷ്യരായിട്ട് ജീവിച്ചവർ, ചോര നീരൊക്കെ ഉണ്ടായിരുന്നവർ, ശരീരത്തിൻ്റെ പ്രവണതകൾ ഉണ്ടായിരുന്നവർ, മനസ്സിൻ്റെ ആകുലതകളാൽ അസ്വസ്ഥതകളാൽ നയിക്കപ്പെടാനുള്ള സകല സാധ്യതകളുടെ നടുവിലൂടെ കടന്നുപോയ അനേകര് നമ്മുടെ ചുറ്റുപാടും. അതിനെയൊക്കെ അതിജീവിച്ച് കടന്നുപോയ സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറയുക. എന്നിട്ട് പറയാണ്,
നിങ്ങളുടെ ഈ മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതിരിക്കാൻ നമ്മൾ ഈ ഓട്ടപ്പന്തയത്തിൽ, ജീവിതം ഒരു ഓട്ടപ്പന്തയമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയാണ്, ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വിശ്വാസത്തിൻ്റെ നാഥനായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ഒരച്ഛനെയും ഒരു കന്യാസ്ത്രീയെയും ഒരു മെത്രാനെയും നമുക്ക് അനുകരിക്കാൻ അനുകരണീയമായി തോന്നുന്ന പലരും ലോകത്തിലുണ്ട്. സിനിമാ നടന്മാർ മുതൽ കളിക്കാർ മുതൽ പലരുമുണ്ട്. ഇവരൊന്നും മുന്നിൽ കണ്ടുകൊണ്ട് ഓടാനല്ല വചനം പറയുന്നത്. കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥൻ, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ ഓട്ടപ്പന്തയം ഓടാനെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ നമ്മൾ ഓടുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, നമ്മൾ തളർന്നു പോവുകയല്ല. ചുറ്റുപാട് എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം കർത്താവാണ്. കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഓടുന്നത്. ഇയാളെ അല്ല, മനുഷ്യരെ അല്ല, ലോകത്തെ അല്ല. ലോകം വീണാലും മനുഷ്യർ വീണാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ? ഞാൻ കൺമുമ്പിൽ കാണുന്നത് കർത്താവിനെയാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും. ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിവുള്ള ജീവിക്കുന്ന കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഓടണമെന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പറയുന്നതെന്നറിയാമോ? ക്രിസ്തു തൻ്റെ സന്തോഷം ബലിയായി നൽകി സഹിച്ചതുപോലെ എല്ലാ സഹനങ്ങളുടെ നടുവിലും മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്തെല്ലാം സഹനം ഉണ്ടായാലും ആ സഹനങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സിൻ്റെ ബലം, മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതിരിക്കാൻ പറ്റും. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. ഈശോ പറയാം, നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വചനഭാഗമാണ്. ഈശോ പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. എന്താണ് തീ? സ്വർഗത്തിൻ്റെ തീ, പരിശുദ്ധാത്മാവ്. അതാണ് പെന്തക്കോസ്ത് ദിനത്തിൽ വെളിപ്പെട്ടത്. അത് സ്നേഹത്തിൻ്റെ തീയാ, അത് സ്നേഹത്തിൻ്റെ തീയാ. ഈ സ്നേഹത്തിൻ്റെ തീ, ഈ ഒരു അനുഭവം സ്വന്തമാക്കിയ ഒരാൾക്ക് പിന്നെ ലോകത്തോട് ഒരു വിധത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടായ ഒരാൾക്ക് ലോകവുമായിട്ട് ഒരു വിധത്തിൽ കണക്റ്റഡ് ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കും ഞാൻ സമാധാനത്തിനാണ് വന്നേ. അല്ല, പിന്നെയോ ഭിന്നത ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടായവർക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവരുമായിട്ട് ഒരുമിച്ച് പോകാൻ തക്ക വിധത്തിൽ സ്നേഹത്തിൻ്റെ ആ ഭാഷയിൽ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അസ്വസ്ഥതകളുണ്ടാവും. പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുകയും ആ സ്നേഹത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അവന് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, വെറുപ്പ് സൂക്ഷിക്കാൻ പറ്റില്ല, അവനൊരാളെക്കുറിച്ച് പഴി പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല, അവന് കൈക്കൂലി വാങ്ങാൻ പറ്റില്ല, കള്ളത്തരം കാണിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അത് സുവിശേഷത്തിൻ്റെ മാനദണ്ഡമല്ല, ഈ സ്നേഹത്തിൻ്റെ മാനദണ്ഡമല്ല. അപ്പം അങ്ങനെ ജീവിക്കുന്നവരുടെ കൂടെ ജീവിക്കുമ്പോൾ, പാപത്തിൻ്റെ നടുവിൽ കുറ്റമറ്റവരായി ജീവിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്താൻ തുടങ്ങും. ചിലപ്പോൾ അപ്പൻ ഒറ്റപ്പെടുത്തും, അമ്മ ഒറ്റപ്പെടുത്തും, മകൻ ഒറ്റപ്പെടുത്തും, മകൾ ഒറ്റപ്പെടുത്തും, മരുമകളും അമ്മായിയമ്മ അടക്കം നമ്മളെ മാറ്റി നിർത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങളിൽ ഒന്നും നമ്മൾ ഭാരപ്പെടണ്ട എന്നുള്ളതാണ് 3 വായനകൾ നമ്മൾ ഓർമ്മപ്പെടുന്നത്. കാരണം എന്താ? നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ തീയാണ്, സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഈ അനുഭവം നമുക്ക് കിട്ടിയാൽ അത് ലോകം തരുന്ന ആനന്ദത്തെക്കാളും സമാധാനത്തെക്കാളും ഉപരിയാണ് എന്ന് ഒരാത്മാവ് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് ഈ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതിരിക്കാൻ, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനും, കർത്താവിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് കർത്താവിനെ ഉറ്റുനോക്കി ഈ ഓട്ടപ്പന്തയം ഓടാനും, അങ്ങനെ ആ സ്നേഹത്തിൻ്റെ തീ, ആ അനുഭവത്തിൽ എന്ന് നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ജീവിക്കുന്നവനായ എന്നും കൂടെയുള്ള ഉദ്ധാനം ചെയ്ത കർത്താവ്, അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.